മകളെ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. കുറെ പേര് അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടവരുണ്ട്, കുറച്ച് പേരെങ്കിലും ഉൾപ്പെടാത്തവരുണ്ട്. രണ്ടുപേരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. മകൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ തന്നെയാണ് ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റിലും നിങ്ങൾ അതേ സ്കൂളിൽ തന്നെ എന്ത് ചെയ്യാം, വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ കിട്ടിയാൽ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്കൂളിൽ ഓക്കെ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം ആ സബ്ജക്ട് കോമ്പിനേഷൻ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക, ആ സ്കൂൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക, പോയി വരാനുള്ള സൗകര്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, വാഹന സൗകര്യം ഉണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ തുടരെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും മറിച്ചൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ അത് എഡിറ്റ് ചെയ്തേ പറ്റൂ. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ എഡിറ്റ് ചെയ്തേ പറ്റൂ. എന്താ കാര്യം എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ മാറാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. കാരണം നിങ്ങൾ പറഞ്ഞ സ്കൂളിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സെക്കൻഡ് അലോട്ട്മെന്റിനും തേർഡ് അലോട്ട്മെന്റിനും സപ്ലിമെന്ററി അലോട്ട്മെന്റിനും ശേഷം മാത്രമാണ് ചെറിയൊരു സാധ്യത മുന്നിൽ കാണുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയവർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ സ്കൂൾ അത്രയും കംഫർട്ട് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, കംഫർട്ട് ആണെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റുക. രണ്ടാമത് ഒന്നും കിട്ടാത്തവർ, ഈ ട്രയൽ അലോട്ട്മെന്റിൽ വരാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ആവേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കൂടുതൽ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക, കൂടുതൽ സ്കൂളുകൾ ഇൻക്ലൂഡ് ചെയ്യുക, അതിലേക്ക് ഓപ്ഷനുകൾ കൂടുതൽ കൊടുക്കുക. രണ്ടാമത്, നിങ്ങൾക്ക് റാങ്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണം. അലോട്ട്മെന്റ് പ്രോസസ്സിൽ റാങ്ക് ചെക്ക് ചെയ്യാം. നിങ്ങളെ ഓരോ സ്കൂളിലെയും റാങ്ക് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് ഒരു സ്കൂളിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ സ്കൂളിൽ റാങ്ക് നിങ്ങൾ ചെക്ക് ചെയ്തു, ആ റാങ്ക് 200, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റാങ്ക് 200 ആണ്. ആ സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് റാങ്ക്, ആ സ്കൂളിൽ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 150 ആണ്. അതായത് നിങ്ങളുടെ റാങ്കും ആ സ്കൂളിലെ ലാസ്റ്റ് റാങ്കും തമ്മിൽ 50ന്റെ വ്യത്യാസമുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്കൂളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. റെഡി അല്ലേ? പക്ഷെ മക്കളെ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്കൂളിൽ ചെക്ക് ചെയ്തു, നിങ്ങളുടെ റാങ്ക് 1000 ആണ്. നിങ്ങളുടെ റാങ്ക് 1000 ആണ്, ആ സ്കൂളിലല്ല ഫൈനൽ റാങ്ക് 150 ആണ്. വലിയ ഡിഫറൻസ് ആണ് നിങ്ങളുടെ റാങ്ക് തമ്മിലുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ സ്കൂളിൽ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ എല്ലാ സ്കൂളിൽ നിങ്ങൾ കൊടുത്ത എല്ലാ ഓപ്ഷനിലെയും റാങ്ക്, ഫൈനൽ റാങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ റാങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഡിഫറൻസ് കുറവുള്ള സ്കൂളുകൾ ആദ്യം കൊടുക്കുക. പക്ഷേ കൊടുക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പോയി വരാൻ സൗകര്യമുള്ള സ്കൂൾ ആയിരിക്കണം. ഏതെങ്കിലും സ്കൂൾ കൊടുക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് കോമ്പിനേഷൻ ആയിരിക്കണം. അങ്ങനെ റാങ്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലോട്ട് വരാൻ പറ്റും. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റാങ്ക് ബാങ്ക്, സ്പോട്ട് അഡ്മിഷൻ, ഇനി ഒരുപാട് അഡ്മിഷൻ നമുക്കുണ്ട്. നിങ്ങൾ വെറുതെ ആവേണ്ട ആവശ്യമില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അല്ലെ, സപ്ലിമെന്ററി അലോട്ട്മെന്റ്, ട്രാൻസ്ഫർ അലോട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്പോട്ട് അഡ്മിഷൻ വരെയുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചാനൽ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ.